വാവ്, എന്താ ടേസ്റ്റ്, ഒന്നും പറയാനില്ല. സത്യ ചേച്ചി, ചേച്ചിയുടെ കൈപ്പുണ്യം ഉണ്ടല്ലോ വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ശരിയാ, കോടികളിൽ ഒന്നും ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇതുണ്ടാക്കിയ കൈകൾക്ക് ഉമ്മ കൊടുക്കണം. ഇവളില്ലെങ്കിൽ പിന്നെ ഞാനും ഇല്ല. ചേച്ചി ഞാൻ മതിയാക്കോ? നിൽക്ക്, കഴിക്ക്. എന്റെ വയറ് നിറഞ്ഞു, അതുകൊണ്ടാ. ഞാൻ ഇപ്പൊ ഒരുപാട് കഴിച്ചു, എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടി കഴിക്ക്. ആ ശരി, കഴിക്കാം. കുറച്ച് മതിയാ. എന്താ സോയി തോന്നുന്നുണ്ടോ? എന്റെ കുട്ടികൾക്ക് ഞാനല്ലാതെ പിന്നെ ആരാ കൊടുക്ക? എന്നാ ശരി, ഞാൻ എഴുന്നേക്കുവാണേ. വിജയ്, എന്താ? ഒന്നിങ്ങോട്ട് വരുവോ? നിക്ക്, ദേ വരുന്നു. എന്താ കാര്യം? എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നിങ്ങൾ ഈ പാല് കൊണ്ടുപോയി രുചിക്കൊന്ന് കൊടുക്കോ? ദാ. ശരി. ഒന്ന് പോവോ? ശരി. ആ ചേട്ടനായിരുന്നോ? ഇതെന്താ ചേട്ടൻ കൊണ്ടുവന്നേ? അത് പിന്നെ കവിതയ്ക്ക് അവൾ കുറച്ച് ജോലിയുണ്ട്, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാ. ഓ, താങ്ക് യു വെരി മച്ച് ചേട്ടാ. താങ്ക് യു ചേട്ടാ, യു ആർ സോ സ്വീറ്റ്. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വിജയ്, വിജയ്, എന്താ ആലോചിച്ചോണ്ടിരിക്ക? ശരിക്കൊന്ന് മസാജ് ചെയ്തോ? വിജയ്, എനിക്ക് വല്ലാത്ത മുതുകുവേദന. ഒന്ന് മസാജ് ചെയ്ത് തരുവോ? ശരി, നീ തിരിഞ്ഞിടക്ക്, ഞാൻ മസാജ്. എന്താ വിജയ് ഇത്? ഇതുവരെ റെഡി ആയില്ലേ? എപ്പോഴും നീ കാരണമാ ഞാൻ ലേറ്റ് ആവുന്നേ. സോറി മുത്ത, ഞാനൊന്ന് വരുന്നില്ല. എനിക്കെന്തോ ഒരു പനി പോലെ തോന്നുന്നുണ്ട്. പെട്ടെന്ന് എന്തു പറ്റി? ഞാനൊന്ന് കിടന്ന് റെസ്റ്റ് എടുത്താ മതിയോ? എനിക്കും തോന്നുന്നു നിനക്ക് പനിയാണെന്ന്. ശരി, ഒരു കാര്യം ചെയ്ത് നീ റെസ്റ്റ് എടുക്ക്. പറ്റുവാണെങ്കിൽ ഒന്ന് ആശുപത്രിയിലും പോവാൻ നോക്ക്. നമ്മുടെ രുചിയാണെങ്കിലും കറക്റ്റ് സമയത്തൊന്നും കഴിക്കത്തില്ല. അവളെയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഓക്കെ? പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാന്നേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് എന്റെ ഈ മുത്തുണ്ടല്ലോ, ഒരുപാട് ഒരുപാട് സുന്ദരിയായിട്ടുണ്ട്. ഇന്നെന്തു പറ്റി? വളരെ റൊമാൻറ്റിക് ആണല്ലോ. അതിന്റെ കാരണം നീ ഇന്ന് വളരെ ഹോട്ടാ. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. ആണോ?
ഇതേ നിന്റെ സ്ഥിരമുള്ള പരിപാടിയാ. എനിക്കേ ഓഫീസിൽ പോകാൻ നേരമായി. ഞാൻ ഇറങ്ങുവാ. പറഞ്ഞൊന്നും മറക്കണ്ട. രുചിയുടെ കാര്യം നോക്കണേ. ഓക്കെ? ഗുഡ് മോർണിംഗ്. അല്ല, ചേട്ടൻ ഇവിടെയോ? ഇന്ന് ചേട്ടൻ ഓഫീസിൽ പോയില്ലേ? ഇന്നെനിക്ക് ഒരു സുഖം തോന്നുന്നില്ല. ഭയങ്കര ടയേർഡായ പോലെ. പിന്നെ എന്തിനാ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നേ? ചേട്ടൻ പോയി റെസ്റ്റ് എടുത്തോ, ഞാൻ കോഫി ആയിട്ട് വരാം. വേണ്ട വേണ്ട, നീ നിന്റെ റൂമിൽ പോ. എന്നിട്ട് എക്സാമിന് വേണ്ടത് പ്രിപ്പയർ ചെയ്. നിന്റെ ഈ ചേട്ടൻ നിനക്ക് വേണ്ടി നല്ല സൂപ്പർ കാപ്പി ഇട്ടിട്ട് വരാം. അത് കുടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. ഓക്കെ ചേട്ടാ. ഓക്കെ. ദാ വന്നു അടിപൊളി ചൂടുള്ള കോഫി. താങ്ക് യു ചേട്ടാ. വാ, ചേട്ടനും വന്നിരിക്ക്. ഓ ശരി. ചിയേഴ്സ്. വാവ് ചേട്ടാ, കോഫി നന്നായിട്ടുണ്ടല്ലോ. ഞാനൊരു സത്യം പറയട്ടെ. ചെറിയ കുട്ടിയായിരുന്നു നീ, ഇപ്പൊ വളരെ വലുതായി. അതെനിക്കറിയാലോ. നീ വളരെ സുന്ദരി ആയിട്ടുണ്ട്. അതൊക്കെ ശരിയാ, പക്ഷെ ചേച്ചിയാ സുന്ദരി. ആ അതും ശരിയാണ്. ചേട്ടാ, എനിക്കെന്തോ തലകറക്കം പോലെയുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ എക്സാമിന് വേണ്ടിയിട്ട് രാത്രി ഉറക്കമില്ലാതെ പഠിക്കല്ലേ, അതുകൊണ്ട് ഇങ്ങനെ തോന്നുന്നേ. ഇപ്പൊ നിനക്ക് വേണ്ടത് നല്ല ഉറക്കമാ. ആ കപ്പ് ഇങ്ങോട്ട് തന്നേ. എന്നിട്ട് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങ്. കുറച്ച് നേരത്തേക്ക് നീ പഠിക്കണ്ട. ശരിക്കൊന്ന് റെസ്റ്റ് എടുത്താ എല്ലാം ശരിയായിക്കോളും. ഇപ്പൊ ഒന്ന് കിടക്ക്. ഓക്കെ? ശരി. ഓക്കെ ചേട്ടാ. രുചി, രുചി. എന്റെ ദൈവമേ, ഇവളെ കാണാൻ എന്തൊരു ലുക്കാ. നിനക്കൊരു കാര്യം അറിയോ? ഈ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ എത്ര നാളായിട്ട് കാത്തിരിക്കാന്നറിയോ? നീ ഇപ്പൊ പറഞ്ഞില്ലേ നിന്റെ ചേച്ചിയ സുന്ദരിയെന്ന്. ശരിക്ക് പറഞ്ഞ നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരി. ഐ ലവ് യു, ഐ ലവ് യു.